കണ്ടായിരുന്നാ? എവിടുന്ന്? ഞാടെ കണ്ടു, എനിക്ക് വീഡിയോ കിട്ടി. നല്ല തിരക്കുണ്ടല്ലേ? ഇന്ന് ദോശ ഉഴുദോശ ആശിട്ട ആണല്ലേ ആശി. അതുകൊണ്ട് ഇന്ന് ഉഴുദോശ എന്നെ കറി തന്നെ മസാല കറി അടിപൊളി. ഞാൻ പോയിട്ട് മറ്റേ ഇത് മേടിച്ചിട്ട് വരാം. നീ വരുന്നുണ്ടോ? എന്നാലേ വാ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ എണീക്കാൻ ലേറ്റായി കേട്ടോ. അപ്പം എന്നെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. നമ്മുടെ ഇന്നലെ വാങ്ങിയിട്ട് കിട്ടിയില്ല, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി മണത്തനയ്ക്ക് പോകണം. അതുകൊണ്ടാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊട്ടിയൂര് അമ്പലത്തിലെ വാളുവരവാണ് അല്ലേ? ഇന്ന് വാളുവരവ്, നാളെ വണ്ടാരം. അപ്പോൾ ഇന്ന് വാളുവരവ് കാണാനും ഒക്കെ ആയിട്ട് വൈകുന്നേരം കൊട്ടിയൂർക്ക് പോകണം. ഇവനാണെങ്കിൽ ഭയങ്കര തുമ്മലാ, എന്താ അറിയില്ല, നല്ല തുമ്മല്. രാവിലെ എണീക്കുന്ന സമയത്താണ് അവന് തുമ്മല് അല്ലേ ശൂട്ടാ? മതി ഇന്ന് പറഞ്ഞു തീരുവാ. അപ്പോൾ മണത്തണ വരെ ഒന്ന് പോയിട്ട് വരാം. വൈകുന്നേരം നമുക്ക് കൊട്ടിയൂർ പോകുന്നുണ്ട്. അപ്പം മൊത്തം കാര്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ള കണ്ണിൻ്റെ അവസ്ഥ. പിന്നെ കുളിപ്പൊന്നും വെറുതെ ഒന്ന് കുളിച്ചു, വെറുതെ വെള്ളം ഒഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന്. അപ്പോൾ നമ്മൾ എവിടെ എത്തി? കൊട്ടിയൂരമ്പലത്തിൽ എത്തിയ വാള് വന്നുകൊണ്ടിരിക്കുകയാണ്. വാള് അങ്ങ് കാൽനടയായിട്ട് അങ്ങ് മുതിരേരിയിൽ നിന്നും കൊട്ടിയൂർ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഭയങ്കര തിരക്കാണ് അല്ലേ? ഭയങ്കര തിരക്കാണ്, എവിടെ നിൽക്കേണ്ടതെന്നൊന്നും തിരിയുന്നില്ല. അപ്പോൾ അവരൊന്നും തൊടാനും പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്രതമുള്ള ആൾക്കാരൊക്കെ അല്ലേ? അപ്പം നമ്മൾ എവിടെന്നെങ്കിലും ആയിട്ടൊന്ന് പിടിക്കാൻ പറ്റുമോ, വീഡിയോ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ അല്ലേ? അല്ലേ നടക്കുവാ? അല്ല വേണ്ട, അവിടെ എത്തിയിട്ട് നിർത്താട്ടോ. ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഇക്കരെ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ടാണുള്ളത്. കാരണം നമുക്ക് കുറച്ചും കൂടെ വീഡിയോ കറക്റ്റായിട്ട് കിട്ടുമെന്ന്. പക്ഷേ ഇവരെ തൊടാനും പിടിക്കാനൊന്നും പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ. ഫുൾ ക്രൗഡാണ്. ഫുൾ ക്രൗഡാണ്, അങ്ങേയറ്റം ക്രൗഡാണ്. അശുകൂട്ട കാണണ്ടേ? വാള് വരുന്ന കാണണ്ടേ? ഇപ്പോൾ വരൂ കേട്ടോ. ഹലോ. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടല്ലേ ആശിക്കുട്ട അല്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും തൊടാനും പിടിക്കാനൊന്നും പാടില്ല അല്ലേ? അത് നമ്മൾ പരമാവധി നമ്മൾ വീഡിയോ എടുത്തുതരാം അല്ലേ? ഫുൾ തിരക്കാണ്. വ്രതക്കാരായതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് അവരെ തൊടാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ എന്നുള്ളത് ഇപ്പോൾ ഇക്കരെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുമ്പിലാണുള്ളത് ഇല്ല ആശിക്കുട്ട? വൈഫ് അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവളെ റോഡിൽ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ. ബാക്കിലാണ്.
ആശിക്കൂടെ കട്ട വെയിറ്റിങ്ങിലല്ലേ? ഇപ്പൊ ഒരു വട്ടം ആശിക്കൂട്ട അപ്പൊ ആശിക്കുട്ടൻ വാൾവര കണ്ടില്ലേ? കിട്ടിയില്ലേ? ഓക്കെ ഗൈസ്, ഇനിയിപ്പോ വൈഫ് അവിടെ എവിടെ നിൽക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അമ്മ അവിടെ വെയിറ്റിങ്ങാ, അമ്മ അവിടെ വെയിറ്റിങ്ങാ. ആ വന്ന് മാറി അടിച്ച് ഭദ്രകാളി എല്ലാവരും കൂടെ മാറി അടിച്ച സാധനം. പിന്നെ ഇവിടെ എന്താണ് അതാ വാച്ച. അമ്മ അവിടെ ഇപ്പം ഉണ്ട്. കണ്ടായിരുന്നാ? എവിടുന്ന്? ഞാടെ കണ്ടു, എനിക്ക് വീഡിയോ കിട്ടി. നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കായി. ഉത്സവം ശരിക്കും ആക്ച്വലി ഉത്സവം തുടങ്ങിയിട്ടില്ല ഇന്ന്. ഇന്നിപ്പോൾ വാള് വന്നിട്ടേ ഉള്ളൂ. ഇനി നെയ്യാട്ടക്കാർ അപ്പുറത്ത് പ്രവേശിച്ച് നാളെ ഭണ്ണാരമൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇനി ആക്ച്വൽ ഉത്സവത്തിലേക്ക് നടക്കുള്ളൂ. ഫുൾ ബ്ലോക്കും തുടങ്ങി അതിനകത്തേക്ക്. കൊട്ടിയൂരമ്പലത്തിൻ്റെ ഗേറ്റ് കാണിക്കണേ. ഇപ്പുറത്തെ ഗേറ്റ്
മറ്റേ 10 റുപ്യേൻ്റെ പാത്രങ്ങൾ. ഫുൾ സ്വിങ്ങിൽ ഓണായി കഴിഞ്ഞിരിക്കുകയാണ് കൊട്ടിയൂർ ഉത്സവ നഗരി അല്ല അശികുട്ട. കടകളും കാര്യങ്ങളും എല്ലാമായി ചെടി. ആര് ഇത് നമ്മുടെ കൊട്ടിയൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാലുള്ള ആദ്യത്തെ പാർക്കിംഗ് ഏരിയയാണ്. ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിന് മുമ്പിലുള്ള പാർക്കിംഗ് ഏരിയ. ചെന്നവല്ല ചെന്നവല്ല. അവിടെ എവിടെയോ അച്ഛേ അവിടെ പോവല്ലേ? അവിടെ തിരക്ക് കുറവാണോ അല്ലേ? ഏതാ ഇതുപോലുള്ള പല പാർക്കിംഗ് ഏരിയകളുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. മൊത്തം മരങ്ങളാൽ നിബിഡമാണ് ഇവിടെ. വരുന്നേ ആശിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കണം, അവന് മാമൻ തിന്നണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാ. ആശിക്കുട്ടൻ്റെ മുഖം അത്രക്ക് അതാ. ഇതൊക്കെ വന്നിരിക്കാൻ പറ്റിയ സത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആരും ഇല്ലല്ലോ പാച്ചു. ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ. ഏതാ ഇത് തുറന്നിട്ടില്ല അല്ലേടി? എന്നാ വാ അങ്ങോട്ട് പോവാം. അവർക്ക് ഇത് കൊടുക്കേണ്ട ഇടിയുള്ളു. അപ്പോൾ നോക്കിയിട്ട് വരാമെന്നാ പറഞ്ഞത്. ആശിക്കുട്ടന് വിശന്നുകൊണ്ട് ആശിക്കുട്ടൻ നല്ല ദേഷ്യത്തിലാണ് അല്ലേ ആശി? അങ്ങനെ ഫൈനലി ആശിക്കുട്ടൻ ഒരു ചായക്കട കണ്ടെത്തിയിരിക്കുകയാണേ. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട്. അല്ലെങ്കിൽ അല്ലേ, മഴയാണെങ്കിൽ ആകപ്പാടെ സീൻ കൊണ്ടരയാവും. അല്ല, മഴയുണ്ടെങ്കിൽ ഉത്സവത്തിന് ഒരു രസമുള്ളൂ, അത് വേറെ കാര്യം. ഇവിടെ പുതിയ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പണിത് കേട്ടോ. സ്വച്ഛ് കേന്ദ്രം, ഹോട്ടൽ പെരുമാൾ. ആഷിക്ക് ഇപ്പോൾ എന്തായാലും ചായ മേടിച്ച് കൊടുക്കാം. പൊറോട്ട, നല്ല പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഹോട്ടൽ പെരുമാൾ. ഇത് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ലേ ഹോട്ടൽ കേട്ടോ. അപ്പോൾ ഹോട്ടൽ പെരുമാളിലേക്ക് പോവാം.
അങ്ങ് തൊട്ട് ഇങ്ങോളം ഫയർഫോഴ്സ് ഉണ്ടാ എവിടെ? ആഹാ ഫയർഫോഴ്സ് ഉണ്ടല്ലേ. എൻ്റെ കുഞ്ഞ് കണ്ടടി, വയറ് നിറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മുഖത്തെളിവായല്ലേ. എന്നാ പോവാ. അങ്ങനെ കേളകത്ത് വന്നു. വാച്ചുവിന് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പീസ് കേക്ക് മേടിച്ചു. ബേക്കിംഗ് ഡേയ്സ് പുതിയ കട കേട്ടോ. എല്ലാവിധ കേക്കുകളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് കഴിച്ച് നോക്കി ടേസ്റ്റ് പറയാം കേട്ടോ. എന്താ വെച്ചു കഴിച്ച് നോക്കിയിട്ട് രാശിക്കുട്ടനെ ഇവിടെ ഇരുന്നിട്ട് ഉറങ്ങും കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ കേക്ക് കൊണ്ടുവന്ന് കേക്ക് നോക്കാനായിട്ട് 2 പേര് ഇവിടെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. പക്ഷേ ഉറങ്ങി കിടക്കുമല്ലായിരുന്നോ മോട്ടെ? ഒരു പീസിന് 100 രൂപ കേട്ടോ. തിന്ന് നോക്കിയിട്ട് ടേസ്റ്റ് അങ്ങനെ ഉണ്ടോ പറ. എങ്ങനെയുണ്ട് ശശി? എങ്ങനെയുണ്ട്? സൂപ്പറാ. എങ്ങനെയുണ്ട്? എന്താ എന്നാ പിന്നെ കഴിച്ചോ. അപ്പോൾ ഈ കേക്ക് കഴിച്ചുകൊണ്ട് തന്നെ വീഡിയോ നിർത്താം അല്ലേ? അപ്പം മസിക്കൂട്ടാ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അല്ലേ? ഓക്കെ. കമൻ്റ് ഒന്നുമില്ല. ഓക്കെ ശരി എന്നാൽ ബൈ ബൈ.